എറണാകുളം കുന്നത്തുനാട്ടിലാണ് ഈ അനധികൃത നായ വളർത്തൽ കേന്ദ്രത്തിനെതിരെ ഇന്നുമുള്ള പ്രതിഷേധം. നായകളെ കോലഞ്ചേരി ABC കേന്ദ്രത്തിലേക്ക് മാറ്റുമെന്ന് PV ശ്രീനിധൻ MLA പറയുന്നുണ്ട്. അപ്പോഴും ആ വീട്ടിലുള്ളവർ അതിനോട് സഹകരിക്കാനും തയ്യാറാവുന്നില്ല. ഇഷ്ടംപോലെ പട്ടികൾ PV ശ്രീനിധൻ MLA ചെയ്യുന്നു. PV ശ്രീനിധൻ, രണ്ട് വലിയ നിലയിലാണ്, ഇഷ്ടംപോലെ പട്ടികളാണ്, വലിയ ദുർഗന്ധമാണെന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് ഒരു പരിഹാരം? പറയുന്നതല്ല അശ്വിനി, അത് സത്യാവസ്ഥയാണ്. ഞാൻ അവിടെ ഇന്നലെ പരാതി കിട്ടി കഴിഞ്ഞപ്പോൾ ഇന്നലെ ആ സ്ഥലത്ത് നേരിട്ട് സന്ദർശിക്കാൻ പോയതാണ്. സന്ദർശിച്ച് കഴിഞ്ഞപ്പോ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോ നമ്മളൊരു രണ്ട് സ്ത്രീകളും ഒരു ചെറിയ കുട്ടിയും പിന്നെ 60 പട്ടികളാണ് ആ വീട്ടിൽ ഉള്ളത്. നമ്മളതിൽ കയറാൻ നോക്കിയില്ല. പിന്നെ നേരെ ഹെൽത്ത് ഇൻസ്പെക്ടറെയും പോലീസിനെയും വിളിച്ചു വരുത്തി ആ വീടിന്റെ ഇപ്പൊ വാടകയ്ക്ക് താമസിക്കുന്ന ലേഡിയുമായിട്ട് നേരിട്ട് സംസാരിച്ചു. അപ്പോൾ അവരുടെ അടുത്ത് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തു, നിങ്ങളിങ്ങനെ പരാതി കിട്ടിയിട്ടുണ്ട്, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഒന്ന് അവരും പോലീസും ഒന്ന് അകത്ത് കയറി ഒന്ന് പരിശോധിക്കട്ടെ ഇതിൽ എന്താണ്. പക്ഷെ അവർ ഒരു കാരണവശാലും ഈ പോലീസിനെയോ മറ്റ് നമ്മൾ അതോറിറ്റീസിനെയോ ഒന്നും അകത്തേക്ക് കയറ്റാൻ അവര് സമ്മതിച്ചില്ല. നമ്മളിപ്പോ കേരള മുനിസിപ്പാലിറ്റി റൂൾസ് 1998 കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ പട്ടികളെ ഏതെങ്കിലും വീട്ടില് പരിപാലിക്കുന്നെങ്കിൽ പഞ്ചായത്ത് റൂൾസ് പ്രകാരം ലൈസൻസ് സെക്രട്ടറി ഇഷ്യൂ ചെയ്യണം. അത്തരത്തിലൊരു ലൈസൻസും ഇവർ എടുത്തിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അവർ കാണിച്ചോട്ടെ, കുഴപ്പമില്ല. അവർ നിയമാനുസൃതമാണ് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അതിൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള റൂൾസും ഫോളോ ചെയ്യാതെയാണ് അവരിപ്പോ ഇങ്ങനെ ഇല്ലീഗലായിട്ട് തന്നെ ആണെന്ന് പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഇന്നലെ RDO വന്ന് സ്ഥലം പരിശോധിച്ചു. അവിടെ വരുന്ന മുഴുവൻ ആളുകൾക്ക് അത് ബോധ്യപ്പെടുന്നുണ്ട്. ഒരു നിയമവ്യവസ്ഥേനൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇപ്പൊ അവര് ഇങ്ങനെ ചിലപ്പോൾ അവരൊരു ജെനുവനായിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷെ നമുക്കൊരു റൂൾസും പ്രൊസീജിയറും ഫോളോ ചെയ്യണ്ടേ? അത് വൃത്തിഹീനമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ താങ്ക് യു MLA. എന്തായാലും അതിന് പരിഹാരം ഉണ്ടാവട്ടെ. ആ നാട്ടുകാർ വലിയ സ്മെല്ലാണെന്നും ഇപ്പോൾ 60 പട്ടി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ചില്ലറ എണ്ണമാണോ? അല്ല, അത് രണ്ട് ജനവാസ മേഖലയ്ക്ക് നടുവിലാണ് ഒരു വലിയ 2 നില വീട്. ആ 2 നില വീട്ടിൽ നിറയെ പട്ടികൾ, 40 എന്ന് പറയുന്നത്. MLA നേരത്തെ പറഞ്ഞ 60 പട്ടികളോളം ഉണ്ടെന്നാണ് പറയുന്നത്. അത് നിയമവിരുദ്ധമായി എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് ലൈസൻസ് ഒന്നും എടുക്കാതെ നടത്തുന്നു എന്നതാണ് സംശയം. ആരെയും അകത്തോട്ട് കയറ്റാൻ തയ്യാറാവുന്നില്ല, സഹകരിക്കാൻ തയ്യാറാവുന്നില്ല. ആ വീട്ടുടമ, ഇവർക്ക് വാടകയ്ക്ക് വീട് കൊടുത്ത ആ വീട്ടുടമയ്ക്ക് ഉറപ്പായും അതിൽ ഒരു ഉത്തരവാദിത്തമുണ്ട്. അതിന് പരിഹാരം ഉണ്ടാവട്ടെ നാട്ടുകാരുടെ. ഇപ്പം ഞാൻ പറയുന്നത്, നമ്മൾ പട്ടികളോട് സ്നേഹം കാണിക്കണം, കരുണ കാണിക്കുന്നതിനോട് ഒന്നും പിഴവ് പറയുന്നില്ല. പക്ഷേ ചുറ്റുവട്ടത്തുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ട് ആയിക്കൊണ്ട് ആവരുത് തെരുവ് നായകളോട് കാണിക്കുന്ന സ്നേഹം.